നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജസ് ആസ് യൂഷ്വൽ. നൈറ്റ് ഓഫ് വാൻഡ്സ്, പേജ് ഓഫ് കപ്സ്, 3 of cups, okay, 6 of pentacles, page of swords, 10 of wands, emperor, ace of pentacles, bottom of the deck 4 of pentacles. Okay, പേജ് ഓഫ് കപ്സും പേജ് ഓഫ് വോൺസും വെച്ച് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നൊരു മെസ്സേജ് ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഓൺലൈൻ റിലേറ്റഡ് ആക്ടിവിറ്റീസ് എല്ലാം തന്നെ ഇവർ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. രാവിലെ തന്നെ നിങ്ങളുടെ പഴയ മെസ്സേജസ് ഒക്കെ എടുത്ത് നോക്കിയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കുന്നതിനെ പറ്റി അവരിങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, നൈറ്റ് ഓഫ് വോൺസ് വെച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതിനെ പറ്റി നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം ഈ ഒരു മെസ്സേജ് അവർ തരാൻ ആഗ്രഹിച്ചിരുന്നത് കേട്ടോ. നിങ്ങളുമായൊരു ഈക്വൽ ഗിവൺ ടേക്കിൽ എത്തണമെന്ന് തന്നെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് നിങ്ങളെ വന്ന് കാണണം, സംസാരിക്കണം, സ്നേഹം തരണം, സ്നേഹം കൈപ്പറ്റണം എന്നവർ ചിന്തിക്കുന്നുണ്ട്. അതേസമയം നിങ്ങളിൽ പലർക്കും ഒരു തേർഡ് പേഴ്സൻ്റെ ഒരു പ്രസൻസ് നിങ്ങളുടെ ലൈഫിൽ കാണുന്നുണ്ട്. നിങ്ങളുടെ ഭാഗത്തായിരിക്കാം ആ തേർഡ് പേഴ്സൺ കേട്ടോ. ആ തേർഡ് പേഴ്സൻ്റെ സാന്നിധ്യം ഇവരെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്ന് കാണുന്നു. അവരത് പറയാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. നിങ്ങൾ മറ്റൊരാളോട് സംസാരിക്കുന്നതോ ചിരിച്ച് സംസാരിക്കുന്നതൊന്നും ഇവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അത് ഇവർ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്നുകിൽ നിങ്ങളുടെ ലൈഫിലുള്ള ഒരു തേർഡ് പേഴ്സണോടായിരിക്കും, ഇല്ലെങ്കിൽ ഒരു ഫ്രണ്ടിനോട് പോലും ആയിരിക്കാം. അങ്ങനെ നിങ്ങൾ സംസാരിക്കുന്നത് പോലും നിങ്ങളുടെ പേഴ്സണ് സഹിക്കാൻ കഴിയുന്നില്ല എന്ന് ഒരു പറയാൻ ആഗ്രഹിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നു. ഓക്കെ, അതുകൊണ്ട് തന്നെ ഒരു ഈഗോ പ്രശ്നം അവർക്ക് തോന്നുന്നുണ്ട്, ഒരു ചെറിയ ദേഷ്യം എല്ലാം അവർക്ക് തോന്നുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു പിക്ചറോ എന്തെങ്കിലും ആയിരിക്കാം. അത് കണ്ടപ്പോൾ ഇവർക്ക് ഒന്ന് ട്രിഗറായി എന്നുള്ളൊരു മട്ട്. ഓക്കെ, എന്തിനാ അവരോട് പോയി, എന്തിനാ അവരോട് സംസാരിച്ചു എന്നൊക്കെയുള്ള ഒരു ചിന്ത, അത് ഇവർ നിങ്ങളുടെ അടുത്ത് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഏസ് ഓഫ് പെൻറ്റക്കിൾസ് വെച്ച് എന്തൊക്കെ തന്നെ ആയാലും നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്, നിങ്ങളുമായൊരു പുതിയ ബിഗിനിങ് വേണം എന്നവർ പറയാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. 4 ഓഫ് പെൻറ്റക്കിൾസ് വെച്ച് നിങ്ങളെ പ്രതി വളരെ പൊസസീവാണ്. അതുകൊണ്ടാണ് അവർക്ക് ദേഷ്യം വന്ന് നിങ്ങൾ വേറെ ആരോടോ സംസാരിക്കുന്ന പിക്ചറോ ഒക്കെ കണ്ടപ്പോഴേക്കും അവർ നിങ്ങളെ പ്രതി പൊസസീവാണ്. നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്നാണ് അവരുടെ ആഗ്രഹം. അതുകൊണ്ട് നിങ്ങൾ മറ്റാരോടും സംസാരിക്കുന്നൊന്നും ഇവർക്ക് ഇഷ്ടമില്ല എന്നിവർ പറയാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ.